ഗായ്സ്, നമ്മളിവിടെ എഗ് മാഗി ഉണ്ടാക്കാൻ പോവുകയാണ് ഗൈസ്. നമ്മൾ ആദ്യം തന്നെ നൂഡിൽസ് വേവിച്ചത് മാറ്റി വെച്ചിരിക്കാൻ പോവുകയാണ്. ഇപ്പോൾ അത് വേവിക്കാൻ വെച്ചേക്കുന്നതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളിവിടെ കുറച്ച് സവാളയും തക്കാളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതേ ഉള്ളൂ എൻ്റെ കയ്യിൽ, അതുകൊണ്ട് ഞാൻ ഇത് എടുത്തതേ ഉള്ളൂ. പിന്നെ ഇനി ബാക്കി വരുന്ന കാണാം. നമ്മൾ ഇപ്പോൾ അത് വേവിച്ച് ഒരു പരുവായിട്ടുണ്ട്. നമ്മളത് മാറ്റി വെക്കുകയാണ്. ഇനി ഈ പാനിലാണ് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച് സവാളയും തക്കാളിയും വഴറ്റാൻ പോവുകയാണ് ഗൈസ്. പാൻ ചൂടായി വരുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കണം. ഈ എണ്ണ ചൂടാവുമ്പോഴത്തേക്ക് നമ്മൾ അതിലേക്ക് കുറച്ച് സവാള, എണ്ണ ചൂടായിട്ടില്ല, എണ്ണ ചൂടാവട്ടെ. നമ്മുടെ എണ്ണ ചൂടായി നമ്മൾ അതിലേക്ക് കുറച്ച് സവാള ഇടുകയുണ്ട്. എനിക്ക് തന്നെ കണ്ടിട്ട് പേടിയാണ് വന്നിരിക്കുകയാണ്. നമ്മൾ ഇതിലേക്ക് ഈ ബ്രൗണിഷ് കളർ ആകുമ്പോഴത്തേക്കാണ് നിങ്ങൾ ഇനി അതിനകത്തോട്ട് തക്കാളി ഇടേണ്ടത്. നമ്മൾ തക്കാളി ഇവിടെ ചെറിയ കുനുകുനായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ അങ്ങോട്ട് ഇടുകയാണ്. ഇട്ട് കഴിഞ്ഞു ഗൈസ്. ഇനി ഇതിട്ട് ഇങ്ങോട്ടും ഇട്ടല്ല പോക്കരും. സവാളയും തക്കാളിയൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇടണം. കാറ്റുണ്ട്, പക്ഷേ മുളക് പൊടി എരി എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ കുറച്ചിടാറുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതലിടാം. പക്ഷേ നമ്മൾ കുറച്ച് ചിക്കൻ മസാല ഇടണം. ചിക്കൻ മസാല ഇട്ടാൽ നല്ലപോലെ ഇളക്കിയിട്ട് അതിനകത്തോട്ട് കുറച്ച് ഗരം മസാല ഒരു നുള്ളു മതി കേട്ടോ. കാരണം അത് ടേസ്റ്റിന് വേണ്ടിയിട്ടും ജസ്റ്റ് ഒരു മണത്തിന് വേണ്ടിയിട്ട് മാത്രമേ യൂസ് ചെയ്യും. ഇനി ഇതെല്ലാം കൂടി ഇട്ട് നല്ല അടിപൊളിയായിട്ട് ഇളക്കിയിട്ട് നമ്മൾ ഇതൊക്കെ പച്ചമണം മാറി വരുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ച് നല്ലപോലെ അത് ഇളക്കിയിട്ട് ഗായ്സ്, നമ്മുടെ ഇവിടെ തിളച്ചിട്ടുണ്ടാവും മസാല. നമ്മളിനി അതിനകത്തോട്ട് നമ്മൾ റെഡിയാക്കി വെച്ച മാഗി ഇടണം. ഇനി ഇതിലോട്ട് മാഗി മസാല ആഡ് ചെയ്യുകയാണ് ഗൈസ്. അത് കഴിഞ്ഞ് നമ്മളിവിടെ സെപ്പറേറ്റ് ചിക്കി എടുക്കണം. നമ്മൾ മുട്ട പൊട്ടിച്ച് ഒഴിക്കാൻ പോവുകയാണ് ഗൈസ്. ഒന്നായി. നമ്മൾ 2 മുട്ടയാണ് ഇവിടെ എടുത്തേക്കുന്നത്. രണ്ടാമത്തെ മുട്ടയായി ഗൈസ്. നമ്മളിനി അത് ചിക്കുകയാണ് ഇവിടെ. നമ്മൾ മുട്ടയൊക്കെ പൊട്ടിച്ച് വെച്ച് അതിനകത്ത് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് അത് ചിക്കിക്കൊണ്ടിരിക്കുക. ഇത് ചിക്കി ഒന്ന് റെഡി ആകുമ്പോഴത്തേക്ക് നമ്മളിനി അത് നമ്മുടെ നൂഡിൽസ് അവിടെ റെഡിയാക്കി വെച്ചതിനകത്തോട്ട് അങ്ങോട്ട് ഇടും. ഗൈസ്, നമ്മളിവിടെ മുട്ട ചിക്കിക്കൊണ്ടിരിക്കുകയാണ്. മുട്ട നല്ല അടിപൊളിയായിട്ട് ചിക്കി വരുന്നുണ്ട്. നമ്മുടെ മുട്ട ഇവിടെ ചിക്കി ഇത് റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച നൂഡിൽസ് നമ്മൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് ഇളക്കണം അങ്ങോട്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ എഗ് മാഗി റെഡി. സോ ഞാനിവിടെ ഇതൊന്ന് ഓഫ് ചെയ്തിട്ടങ്ങ് സോ മാഗി ഇടാൻ പോവുകയാണ് ഗൈസ്. നമ്മളിവിടെ ഓൾറെഡി റെഡിയാക്കി വെച്ചിരുന്ന മാഗിയാണിത്. നമ്മൾ അങ്ങോട്ട് ഇടുകയാണ് ഗൈസ്. സെറ്റ് സാധനം. അതെ, എന്താ അടിയിലൊന്നും വരാം. അവസാനം നമ്മുടെ മാഗി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഫൈനൽ ഔട്ട്പുട്ട്. ഇനി പ്ലേറ്റിൽ സെർവ് ചെയ്ത് നമ്മൾ കഴിക്കാൻ പോവുകയാണ് ഗൈസ്. ഓക്കെ, ബൈ. അടുത്ത വീഡിയോ വരെ വെയിറ്റ് ചെയ്യുക.